ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന ശ്രീകാന്തിനെയും സച്ചിയെയും താങ്ങി നിൽക്കുവാണ് വർഷയും രേവതിയും. ലിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ശ്രുതി ആണെങ്കിലോ അവിടെ മീരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. മീര ചോദിക്കുന്നുണ്ട്, നീ ഫോൺ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇല്ല, വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും എടുക്കും എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രുതിയുടെ കോലം കണ്ട് ദേഷ്യം വരുവാണേ. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ കുടിച്ചില്ലെങ്കിൽ അഭിലാഷ് സാറിന് എന്തെങ്കിലും പ്രശ്നം തോന്നിയാലോ, നമുക്ക് ഡീലർഷിപ്പ് തരാതിരുന്നാലോ എന്നൊക്കെ ഓർത്ത് കുടിച്ചതാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഓവറാക്കിയാണല്ലോ 3 പേരും കുടിച്ചിരിക്കുന്നത്. ശ്രുതി വർഷനോട് ചോദിക്കുന്നുണ്ട്, ക്യാബ് ബുക്ക് ചെയ്തായിരുന്നോ വർഷ, ക്യാബ് വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും താഴെ വെയിറ്റ് ചെയ്യുക, ദേ ലിഫ്റ്റും വന്നിട്ടുണ്ട്, നമുക്ക് ലിഫ്റ്റിൽ കയറി താഴെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ഈ കോലത്തിൽ ഇവരെ അച്ഛൻ കണ്ട അച്ഛന് ദേഷ്യം വരില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, അങ്കിൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഉറങ്ങിയെങ്കിലും ആൻറ്റി ഉറങ്ങാതിരിക്കുമായിരിക്കില്ലേ, ആൻറ്റിയുടെ കയ്യിൽ നിന്ന് നല്ലത് കേൾക്കും എന്ന് പറഞ്ഞിട്ട് 3 ഭാര്യമാരും 3 ഭർത്താക്കന്മാരെയും തള്ളി ലിഫ്റ്റിലോട്ട് കയറ്റുവാണ്. 3 പേരും നല്ല ബോധമില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. ലിഫ്റ്റിൽ സച്ചിയുടെ അടുത്തായിട്ടാണ് ഈ ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ കണ്ണും പൂട്ടി രേവതിയും ചാരി നിൽക്കുവാണ്. ഈ കിട്ടിയ ഗ്യാപ്പിൽ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആരും അറിയാതെ സച്ചി കോട്ടിൻ്റെ പോക്കറ്റിലാണല്ലോ മൊബൈൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ശ്രുതി ആ പോക്കറ്റിൽ കൈയിട്ടിട്ട് സച്ചി പോലും അറിയാതെ ആ ഫോൺ പയ്യെ എടുക്കുവാണ്. എന്നിട്ട് അതെടുത്തിട്ട് അങ്ങനെ ശ്രുതിയുടെ പോക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ശ്രുതിക്കും ബോധമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ശ്രുതി എന്താ ചെയ്യുന്നതൊന്നും കാണുന്നുമില്ല, ഈ ഫോൺ ഇട്ടതൊന്നും അറിയുന്നുമില്ല. അങ്ങനെ ലിഫ്റ്റ് താഴെ എത്തുമ്പോഴേക്കും എല്ലാവരും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി മീരനോട് പറയുന്നുണ്ട്, മീരെ, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് ഈ മൊബൈലിലെ വീഡിയോ എനിക്ക് സെൻഡാക്കി എടുക്കണം, ശ്രുതിയുടെ പോക്കറ്റിലെ ഫോൺ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീട്ടിലോട്ട് പോവാണേ. സ്കൂൾ പിള്ളേരെ പോലെ ബഹളം വെച്ചാണ് 3 ആളും കൂടി വീട്ടിലോട്ട് കയറി വരുന്നത്. രവീന്ദ്രൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന വിചാരത്തിലാണ് എല്ലാവരും കൂടി വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലെത്തിയതും കോളിംഗ് ബെല്ല് അടിക്കുന്നതും നമ്മുടെ ഡോറ് തുറക്കുന്നത് രവീന്ദ്രനാണേ. തൻ്റെ 3 മക്കളുടെയും കോലം കണ്ടിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. കുറേ നേരം ഇവരിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. 3 പേരും ഇങ്ങനെ ആടിയാടി നിൽക്കുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇതെന്താ ട്രെയിനിനെ റെഡ് കൊടി കാട്ടുന്ന പോലെ 3 പേരും ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, റെഡ് കൊടി കാട്ടിക്കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തത്തേ ഉള്ളൂ, ആടത്തേ ഇല്ല എന്നൊക്കെ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നീയും കുടിച്ചോടാ ശ്രീകാന്തേ. ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ അച്ഛാന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ലങ്കളെ, ശ്രീകാന്ത് നല്ലതുപോലെ കുളിച്ചിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്തും വർഷ വിളിക്കുന്ന പോലെ തന്നെ അച്ഛനെ കയറി അങ്കിളെന്ന് വിളിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താടേ ഇത്, അത് നമ്മുടെ അച്ഛനാന്ന് പറയുമ്പോഴേക്കും അയ്യോ സോറി അച്ഛ എന്നൊക്കെ പറയുവാണ് ശ്രീകാന്തിൻ്റെ ആട്ടം കാണുമ്പോൾ തന്നെ രവീന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, നല്ലതുപോലെ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. 3 പേരും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാവുന്നത് വരെ കുടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. ഇവിടുത്തെ ബഹളം കേട്ട് നമ്മുടെ ചന്ദ്ര വരുവാണ്. അവരെത്തിയോ എന്ന് ചോദിച്ച് വരുമ്പോഴേക്കും ഇവരുടെ ഈ കോലം കാണുമ്പോൾ ചന്ദ്രക്കും ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ നിന്ന് ആടുന്നത്, ഇവർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ശ്രീകാന്തേ, നീയും കുടിച്ചോടാ, ഇതെല്ലാം ഇവൻ്റെ പണിയായിരിക്കും, ഈ സച്ചിയുടെ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് ചന്ദ്ര. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആരുടെ വായിലും കൊണ്ടുപോയി ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല, അവരായിട്ട് തോന്നി അവരായിട്ട് കുടിച്ചു, അല്ലാതെ സച്ചിയേട്ടനെ കുറ്റം പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓ, നീ ഇങ്ങനെയല്ലേ പറയുള്ളൂ, നിന്റെ ഭർത്താവിനെ പോലെ ബാക്കിയുള്ളവരും കുടിച്ചു കാണുന്നത് നിനക്ക് സന്തോഷമല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് ചന്ദ്ര രേവതിയോട് ചൂടാവുകയാണ്. ഇവരെയെല്ലാം ഇതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ എന്ന് രവീന്ദ്രൻ 3 മരുമക്കളോടും ചോദിക്കുന്നുണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞച്ച, പക്ഷെ കേൾക്കണ്ടേ. വർഷ പറയുന്നുണ്ട്, ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിലുള്ള മൊത്തം കുപ്പിയും ഇവരാ കുടിച്ചു തീർത്തേന്ന് പറയുവാണ്. ശ്രുതിക്ക് ഇതൊന്നും കുടിച്ച് ശീലമില്ലാത്ത, നിനക്കെങ്കിലും ഇവൻ്റെ കാര്യം ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി, അഭിലാഷ് സാറ് ഒരുപാട് നിർബന്ധിച്ചു, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. വാതുക്കൽ നിന്നാണ് ഇവരുടെ ഈ സംഭാഷണമൊക്കെ കേട്ടോ. എന്നിട്ട് ഇവർ അകത്തോട്ട് കയറാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവരും അവിടെ തന്നെ ഒന്ന് നിന്നേ, വർഷേ, രേവതി, ശ്രുതി, നിങ്ങൾ മാത്രം അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഇവരെ 3 പേരെയും അകത്ത് കയറ്റുന്നുണ്ട്. എന്നിട്ട് തൻ്റെ 3 മക്കളെയും വാതുക്കൽ തന്നെ നിർത്തിയിരിക്കുവാണ് രവീന്ദ്രൻ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, ഞങ്ങൾ വലതുകാല് വെച്ച് അകത്തോട്ട് കയറണമെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണേ. കാലെടുത്ത് വെച്ചാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് രവീന്ദ്രൻ പറയുവാണ്. ഇന്ന് 3 പേരും അകത്തോട്ട് കയറാൻ നിൽക്കരുത്, അവിടെ പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കുവാണ്.
അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ പുറത്ത് നല്ല തണുപ്പാ, ഞങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും കിടന്നോ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങളൊക്കെ കുടിച്ചില്ലേ, അത് മൂക്കറ്റം കുടിച്ചു, ഇനി 3 പേരും അകത്തോട്ട് കയറി പോകരുത്, അവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയുവാണ് രവീന്ദ്രൻ ദേഷ്യത്തിൽ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ രവിയേട്ടെ എങ്ങനെയൊക്കെ പറയുന്നത്, പുറത്ത് നല്ല തണുപ്പാ, സുധിക്കും ശ്രീകാന്തിനും ഒക്കെ പനിയും ചുമയൊക്കെ പിടിക്കും, അവരോട് മാത്രം അകത്തോട്ട് വരാൻ പറയാന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, അവരെ മാത്രം അകത്ത് കയറ്റിയിട്ട് സച്ചിയേട്ടനെ പുറത്ത് കിടത്താനാണോ അമ്മ പറയുന്നത്, സച്ചി ആദ്യമായിട്ടൊന്നല്ലല്ലോ കുടിക്കുന്നത്, അവൻ ഇതൊക്കെ ശീലമാ, അവൻ പുറത്ത് കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ശ്രീകാന്തും സുധിയും അങ്ങനെയാണോ, അവരെ കുടിപ്പിച്ചത് ഇവനായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര മോശമായിട്ട് സംസാരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവരെക്കാളും നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഞാനാ, നിനക്കിത് ശീലമായില്ലേ, നീ കാരണമാ അവരും കുടിച്ചതെന്നൊക്കെ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല അവർ കുടിച്ചത്, പക്ഷേ ഞാൻ കുടിക്കാൻ കാരണം അവരാ, ഇവർക്ക് വേണ്ടിയാ ഞാൻ കുടിച്ചെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. 3 പേരും കൂടി സോറിയൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രനോട്, ഞങ്ങൾ അകത്തോട്ട് കയറട്ടെ അച്ഛാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സഹതാപം കാണിച്ചു കഴിഞ്ഞാലേ ഇന്നത്തെ പ്രാവശ്യം വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ശീലമാക്കി മാറ്റും, അത് വേണ്ട, നിങ്ങൾ ഇന്ന് പുറത്ത് തന്നെ കിടന്നാൽ മതി എന്ന് ഉറച്ചു തന്നെ പറയുവാണ് രവീന്ദ്രൻ. സുധി പറയുവാണേ, അച്ഛാ പുറത്ത് നല്ല കൊതുകാണ് അച്ഛാ, ഞങ്ങൾ എങ്ങനെ കിടക്കുമെന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അവസ്ഥയിൽ കൊതുക് വന്ന് കടിച്ചു കഴിഞ്ഞാൽ കൊതുകിനായിരിക്കും വല്ല അസുഖങ്ങളും വരാൻ പോകുന്നത്, നിങ്ങൾ ഇന്നത്തെ രാത്രി തണുപ്പും കൊതുക് കടിയും കൊണ്ട് പുറത്ത് തന്നെ കിടന്നാൽ മതി, അകത്തോട്ട് കയറണ്ടാന്ന് രവീന്ദ്രൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവുകയാണ്, കാരണം ശ്രുതിയുടെ പോക്കറ്റിലാണല്ലോ സച്ചിയുടെ ഫോൺ ഇരിക്കുന്നത്, ഇന്ന് രാത്രി ആ ഫോൺ എടുക്കണമെന്ന്, ഫോണിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് ശ്രുതി വിചാരിച്ചിരിക്കുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിക്ക് ബോധം വരും, ബോധം വന്ന് അതിനെ ഫോൺ അന്വേഷിക്കാൻ തുടങ്ങും, അതിനു മുമ്പ് ആ ഫോൺ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ് ശ്രുതി. അപ്പോഴാണ് രവീന്ദ്രൻ ഇവരെ അകത്ത് കയറ്റാതെ പുറത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്. ശ്രുതിയുടെ പ്ലാനൊക്കെ പാളിപ്പോവോ എന്നുള്ള ടെൻഷനാണ് ഈ ശ്രുതിക്ക്. ശ്രുതി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ പുറത്ത് നല്ല മഴ വരുന്നത് പോലെയുണ്ട്, ഇന്നത്തേക്ക് ഒരു പ്രാവശ്യം വിട്ടേക്ക്, അവരകത്തോട്ട് കയറട്ടെ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, മഴ പെയ്താലും ശരി എന്ത് വന്നാലും ശരി അവരൊന്നും അറിയാൻ പോകുന്നില്ല, അവർക്കൊട്ടും ബോധമില്ല, അവരിപ്പം കിടന്നു കഴിഞ്ഞാൽ അവിടെ ബോധമില്ലാതെ കിടക്കും, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും അപേക്ഷിക്കുന്നുണ്ട്, അച്ഛാ ഇന്നൊരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്, അവരെ അകത്തോട്ട് കയറ്റി വിടുമെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചിയെ ഇതുപോലെ ഞാൻ ക്ഷമിച്ചാണ് അവൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്, ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവർ മുഴുകുടിയന്മാരായിട്ട് പോവും, ഞാൻ ഏതായാലും എൻ്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല, അവർ പുറത്ത് തന്നെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നല്ല തീരുമാനം അങ്കിൾ, ഇങ്ങനെ തന്നെ വേണം, അവർ പുറത്ത് കിടക്കട്ടെ എന്ന് വർഷ രവീന്ദ്രൻ്റെ അഭിപ്രായത്തോട് യോജിക്കുവാണേ. ശ്രീകാന്ത് ഇത് കേൾക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ബാക്കി 2 പേരും അവരുടെ ഭർത്താക്കന്മാരെ അകത്ത് കയറ്റാൻ വേണ്ടി അച്ഛനോട് അപേക്ഷിക്കുന്നു, നീയൊക്കെ ഒരു ഭാര്യയാണോടി വർഷ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. വർഷ പറയും, ഹോ പറഞ്ഞത് കേൾക്കാതെ കുടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മെക്കിട്ട് വരുവാണോ, ഞാൻ ഭാര്യയാണെന്നാണോ ശ്രീകാന്ത് ചോദിക്കുന്നത്, അങ്കിൾ ബെഡ്ഷീറ്റും തലയണയും പോലും ഇവർക്ക് കൊടുത്തു പോകരുത്, അവിടെ തറയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ ദേഷ്യത്തിൽ മുറിയിലോട്ട് പോവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതിനോടും ശ്രുതിനുമായിട്ടായിട്ട്, നിങ്ങളും അകത്തോട്ട് പോകും മക്കളെ, നിങ്ങൾ എന്തിനും ഇവരെ നോക്കിയിരിക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവരെയും പറഞ്ഞു വിടുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ അവരൊന്ന് ഡ്രസ്സെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് പൊക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അവരൊന്നും ചേഞ്ച് ചെയ്യണ്ട, അവരങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ മുറിയിലോട്ട് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും രേവതിയെയും പറഞ്ഞു വിടുവാണേ. ചന്ദ്രയും രവീന്ദ്രനോട് അപേക്ഷിക്കുന്നുണ്ട്, ആ ശ്രുതിയും ശ്രീകാന്തിനെ ഒന്ന് അകത്തോട്ട് കയറ്റി അവരിവിടെ ഹോളിലെങ്കിലും കിടക്കട്ടെ, അവർക്ക് പനിയും ജലദോഷമൊക്കെ പിടിക്കും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴും നീ 3 മക്കളെയും വേർതിരിവോടെയാ കാണുന്നത്, എന്താ ചന്ദ്ര നീ ഇങ്ങനെ, ഇതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ ഏതായാലും എൻ്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല, അവരവിടെ പുറത്ത് തന്നെ കിടക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവരെ 2 പേരെയും അകത്ത് കയറ്റിക്കോ, ഞാൻ ഇവിടെ പുറത്ത് കിടന്നോളാം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഓ നീ വലിയ ത്യാഗി വന്നിരിക്കുന്നു, ഞാൻ 3 പേർക്കും കൂടി ചേർത്താണ് പണിഷ്മെൻറ്റ് നൽകിയിരിക്കുന്നത്, അത് 3 പേരും കേട്ടാൽ മതി, അവിടെ പുറത്ത് കിടന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കിയിട്ട് രവീന്ദ്രൻ വാതിൽ ലോക്ക് ചെയ്യുവാണേ. എന്നിട്ട് ചന്ദ്രനോട് പറയുന്നുണ്ട്, നീ ഈ വാതിലെങ്ങാനും അവർക്ക് വേണ്ടി തുറന്നു കൊടുത്താൽ ചന്ദ്രൻ എൻ്റെ സ്വഭാവം മാറും, മുറിയിലോട്ട് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ മുറിയിലോട്ട് പോവാണേ. സുധിയാണെങ്കിലോ പുറത്തുനിന്ന് ഈ ഡോറിൽ കൊട്ടലോട് കൊട്ടല, തുറക്ക് അമ്മേ തുറക്കമ്മേ, എനിക്ക് ബെഡില്ലാതെ ഉറങ്ങാൻ പറ്റില്ല, തുറക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുവാണ് ഡോറിൽ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാടാ സുധി നീ ഈ ഡോറിൽ അടിച്ച് കരയുന്നത്, അച്ഛൻ തുറക്കാനൊന്നും പോകുന്നില്ല, അവർ കിടന്നുറങ്ങാൻ പോയി, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാം ഈ സുധിയേട്ടൻ കാരണമാണ്, ഈ സുധിയേട്ടൻ കാരണമാണ് ഇന്ന് ഞങ്ങൾ പുറത്തിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞ് സുധിയുടെ കോളറിലും പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടും പോവാണ് ഈ ശ്രീകാന്ത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വിട് ശ്രീകാന്തേ, നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ തമ്മിൽ മാറ്റുന്നുണ്ടേ. അപ്പോൾ സുധി പറയും, നീ ആരോടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നറിയോ, ഞാനൊരു വലിയ ബിസിനസ്മാനാ, ഈ കേരളത്തിലെ ഡീലർഷിപ്പ് മൊത്തം എനിക്കാ തന്നിരിക്കുന്നത് അഭിലാഷ് സാർ, അത് നിനക്ക് ഓർമ്മയുണ്ടോടാന്നൊക്കെ സുധി ചോദിക്കുന്നുണ്ടേ.
മതി മതി സംസാരിച്ചത്, വന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് സച്ചി എല്ലാവരെയും വഴക്കിൽ നിന്നും പിരിച്ചു വിടുവാണേ. എന്നിട്ട് 3 പേരും 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ഞാൻ ഇത്രയും വർഷമായി കുടിക്കുന്നു, പക്ഷേ ഇന്നേ വരെ എനിക്കിതുപോലെ പുറത്ത് കിടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടെ ചേർന്ന് കുടിച്ചതിന് ഇപ്പം പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഓവറായിട്ടൊന്ന് കുടിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. എടാ ഞാൻ കുടിച്ചു വരുമ്പോഴൊക്കെ അച്ഛൻ എന്നെ ചീത്ത പറയാറുണ്ട്, പക്ഷേ ഇതുപോലെ എന്നെ പുറത്താക്കിയിട്ടില്ല, അതറിയോ നിങ്ങൾക്കെന്നൊക്കെ ചോദിക്കുവാണ്. നിങ്ങൾ കാരണമാണ് എനിക്കിന്ന് പുറത്തടക്കേണ്ടി വന്നതെന്നൊക്കെ സച്ചി പറയുവാണേ. പിന്നെ കുറേ ചേട്ടനനിയന്മാർ തമ്മിൽ ഫണ്ണി കോൺവെർസേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ എൻ്റെ ബുദ്ധി നിങ്ങൾക്കറിയാവോ, ഇപ്പോൾ കണ്ടില്ലേ ഒരു ഇൻ്റർനാഷണൽ ഡീലർഷിപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അത്രയും ബുദ്ധിയുണ്ട് എനിക്ക്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാനിപ്പോൾ ഒരു വലിയൊരു ബിസിനസ് മാനാണ്, ബി4 ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തുന്നുണ്ടേ ശ്രുതി. കുറേ സംഭാഷണത്തിന് ശേഷം 3 പേരും 3 സ്ഥലങ്ങളിലായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അകത്താണെങ്കിൽ രേവതി ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ കുത്തിയിരിക്കുവാണ്, സച്ചിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സച്ചി എഴുന്നേറ്റിട്ട് രേവതിയെ വിളിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും രേവതി ഡോറ് തുറക്കുവാണ്. എന്താ സച്ചിയേട്ടാ എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, വിളിക്കാൻ വേണ്ടി പോവായിരുന്നു, അപ്പോഴേക്കും നീ വന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം രേവതി, ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം എന്ന് പറയുമ്പോൾ രേവതി പറയും, ദേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അകത്തോട്ട് കയറാൻ പാടില്ല എന്ന്, ഇവിടെ പുറത്ത് തന്നെ ഇരുന്നു, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാൻ വെള്ളം എന്ന് പറഞ്ഞിട്ട് സച്ചിനെ പുറത്തിരുത്തിയിട്ട് രേവതി വെള്ളം എടുക്കാൻ വേണ്ടി പോവാണേ. എന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിക്കോട്ടെ, ഇതൊക്കെ ഇട്ട് ഞാൻ എങ്ങനെ ഉറങ്ങാനാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവരുറങ്ങുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ ഉറങ്ങുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അവർക്ക് ബോധമില്ല രേവതി, അതുകൊണ്ട് അവരങ്ങനെ കിടക്കുന്നേ, നീ നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രീകാന്തും കിടക്കുന്ന പോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നോക്കുമ്പോഴും 2 പേരും നല്ല കുടിയന്മാരെ പോലെ പുറത്ത് ഇങ്ങനെ കിടന്ന് നല്ലോണം ഉറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി മുറിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഈ അങ്കിളാണെങ്കിൽ അവരെ പുറത്ത് കിടക്കുകയും ചെയ്തു, ഞാൻ ഇനി എങ്ങനെ പോയി ആ ഫോൺ എടുക്കും, ഫോണാണെങ്കിൽ ശ്രുതിയുടെ പോക്കറ്റിലും ആയിപ്പോയി, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതി ഇങ്ങനെ ഇരിക്കുവാണേ. സച്ചി വീണ്ടും പറയുന്നുണ്ട് രേവതിനോട്, രേവതി ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിയിട്ട് പറ്റേ, എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഡ്രസ്സൊന്നും മാറ്റണ്ട, സച്ചിയേട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി അത് നമ്മുടെ നാട്ടിലെ സാധനം അടിച്ചാലോ അങ്ങനെ, ഇത് പുറത്തുള്ള നാട്ടിലെ സാധനങ്ങളല്ലേ, അത് അടിച്ചിട്ട് എനിക്കൊന്നും ആയില്ല, ഇവരൊക്കെ എങ്ങനെ കുടിക്കണാവോ, എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്ന് സച്ചി പറയുവാണ്. രേവതി അകത്ത് കയറി വാതിലടക്കാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പോകല രേവതി, എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, നീ ഇവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണേ. ഞാൻ അകത്തോട്ടൊന്നും വരാൻ പോകുന്നില്ല രേവതി, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിക്കില്ല, ഞങ്ങൾക്ക് ഈ പുറത്തിരുന്ന് തന്നെ സംസാരിക്കാം, ഞാൻ ഈ പുറത്തും നീ ഇങ്ങനെ അകത്തും ഇരുന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കം വരുന്ന സച്ചി ചേട്ടാ, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാൻ നിനക്കൊരു പാട്ട് പാടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ സച്ചി ഇരുന്ന് പാട്ട് പാടുവാണ്. ഇങ്ങനെ ബഹളം വെച്ച് ബാക്കിയുള്ളവർ ഉറക്കം കളയില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ വായ പൂട്ടിക്കെട്ടുവാണേ. കുറേ നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി സമയം നോക്കുവേ. അപ്പോൾ പാതിരാത്രി ആയിട്ടുണ്ടാവും. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ പോയി ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഡോറ് തുറന്ന് പയ്യെ പുറത്തോട്ട് എത്തുമ്പോഴേക്കും അവിടെ രേവതിയും സച്ചിയും കഥ പറഞ്ഞിരിക്കുന്നത് കാണുവാണ്. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുവാണ്. ഇവർക്കൊന്നും എന്താ ഉറക്കമില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുറിയിൽ പോയി ഡോറ് ലോക്ക് ചെയ്യുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.